ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്താണുള്ളത്. ഇവിടുത്തെ ട്രിവാൻഡ്രം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും പൊന്മുടി വരെ പോകുന്ന KSRTC ബസ്സിൽ കിടിലൻ കാഴ്ചകളും പൊന്മുടി മലനിരകളിലെ കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദിവസവും രാവിലെ 5:30 മുതലാണ് ഈ സർവീസ് ആരംഭിക്കുന്നത്. ആഴ്ചാവസാനം പൊന്മുടിയിലേക്ക് ഈ ബസ്സിൽ പോയാലുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. 79 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ്. നെടുമങ്ങാട്, വിതുര, കല്ലാർ എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് 3 മണിക്കൂർ യാത്ര ചെയ്താണ് ബസ് പൊന്മുടിയിൽ എത്തിച്ചേരുന്നത്. വളരെയധികം പരിചയസമ്പന്നരായ ഡ്രൈവർമാരെയാണ് ഈ റൂട്ടിലിടുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മലമ്പ്രദേശമാണ് പൊന്മുടി. വടക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന പൊന്മുടി കടൽനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നത്. പൊന്മുടിയുടെ തൊട്ടടുത്തുള്ള ഒരു ടൗൺ വിതുരയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പൊന്മുടി ചായത്തോട്ടങ്ങൾക്കും വനപരിപാലനത്തിനും പ്രാധാന്യമുള്ളൊരു കേന്ദ്രം തന്നെയായിരുന്നു. ആദിവാസി വിഭാഗങ്ങളായ കാണിക്കാർ, മലയാർ തുടങ്ങിയവർ ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായി ജീവിച്ചു എന്നും പറയപ്പെടുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ കാലത്ത് തന്നെ പൊന്മുടി വന്യജീവി സംരക്ഷണത്തിലും തദ്ദേശവാസികളുടെ അഭിവൃദ്ധിയിലും ശ്രദ്ധിച്ച ഒരു പ്രദേശം തന്നെയായിരുന്നു. മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മലയായതിനാൽ പൊന്മുടി എന്ന പേര് വന്നതെന്നാണ് ഇവിടുത്തെ ആദിവാസികൾ വിശ്വസിക്കുന്നത്. എന്നാൽ പേരിന്റെ യഥാർത്ഥ കാരണം ഇവിടെ പുരാതന കാലത്തുണ്ടായിരുന്ന ബുദ്ധ-ജൈന സംസ്കാരമാണ് എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. വിതുരയിൽ നിന്ന് ബോണക്കാട് പോകുന്ന വഴിയിൽ മണ്ണിനടിയിൽ നിന്നും പ്രദേശവാസികൾക്ക് ലഭിച്ച ബുദ്ധവിഗ്രഹം അവിടുത്തെ ശാസ്താക്ഷേത്രത്തിൽ പൂജിച്ചു വരുന്നു. ഇതാണ് കല്ലാർപ്പുഴ. എന്നാൽ പുഴയിൽ ഇറങ്ങാനോ കുളിക്കാനോ സാധിക്കില്ല. മലവെള്ളപ്പാച്ചിലും ശക്തമായ അടിയൊഴുക്കും തന്നെയാണ് കാരണം. അങ്ങനെ പൊന്മുടി ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് നമ്മൾ എത്തി. ഈ ഒരു സ്ഥലത്തു നിന്നുമാണ് പൊന്മുടിയിലേക്ക് എത്താനുള്ള എൻട്ര പാസ് എടുക്കേണ്ടത്. എന്നാൽ KSRTCയിൽ വരുന്നവർക്ക് ഇവിടെ നിന്നും പാസ് എടുക്കേണ്ടി വരില്ല. മറിച്ച് സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർക്ക് ഇവിടുന്ന് പാസ് എടുത്താലേ അകത്തേക്ക് കയറ്റി വിടൂ. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് ഫീസ്. കൂടെ ബൈക്കിനാണെങ്കിൽ 20 രൂപയും കാറിനാണെങ്കിൽ 40 രൂപയും കൊടുക്കണം. ഈ ഒരു പാസ് പൊന്മുടി എത്തുന്നത് വരെ കയ്യിലുണ്ടാവണം. കാരണം അവിടെ മറ്റൊരു ചെക്ക് പോസ്റ്റ് കൂടി വരുന്നുണ്ട്. 4 മണിക്ക് മുമ്പ് എത്തിയാൽ മാത്രമേ ചെക്ക് പോസ്റ്റ് വഴി അകത്തേക്ക് കയറ്റി വിടൂ എന്ന കാര്യവും ഓർമ്മയിലിരിക്കണം. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി റേഞ്ച് വരെയാണ് വിസിറ്റിംഗ് ടൈം. കൂടിപ്പോയാൽ ഒരു 5:30 വരെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ സ്വീകരിക്കൂ. ഒന്നെങ്കിൽ GPay അല്ലെങ്കിൽ കാർഡ്. ഈ 2 സംവിധാനങ്ങൾ മാത്രമേ ഇവിടെ സ്വീകരിക്കൂ. ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഹെയർപിൻ വളവ് സ്റ്റാർട്ട് ചെയ്യും. പച്ച പുതച്ച ഈ കാടിൻ്റെ നടുവിലൂടെ തണുപ്പും കൊണ്ട് ആനവണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ പിന്നെന്താണ് കാര്യം? പൊതുവെ നവംബർ മുതൽ മാർച്ച് മാസം വരെയാണ് പൊന്മുടി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം.
മഴക്കാലത്തൊക്കെയാണെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് മാത്രം വരിക. വിളിക്കേണ്ട നമ്പറും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KSRTC ബസ്സിൻ്റെ ടൈമും ഇവിടുത്തെ ഹോം സ്റ്റേ കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അറബിക്കടലിന് സമാന്തരമായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പൊന്മുടിയിലെ കാലാവസ്ഥ വർഷത്തിൽ മിക്കവാറും എല്ലാ സമയവും തണുപ്പും കോടമഞ്ഞും നിറഞ്ഞതാണ്. സാഹസിക മലകയറ്റം തുടങ്ങുന്നതിനുള്ള ഒരു തുടക്കസ്ഥലം കൂടിയാണ് പൊന്മുടി. കല്ലാർ നദിയിലേക്കുള്ള ഒരു കവാടം കൂടിയാണ് പൊന്മുടി. ഉരുളൻ കല്ലുകളും പച്ച മരങ്ങളും കുളിരുകോരിയ വെള്ളവും മത്സ്യങ്ങളുമൊക്കെയുള്ള കല്ലാർ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരിടം കൂടിയാണ്. മീൻമുട്ടി വെള്ളച്ചാട്ടം അടുത്തുള്ള മറ്റൊരു പ്രധാന ആകർഷണമാണ്. കല്ലാർ ഗോൾഡൻ വാലിയും ഇവിടുത്തെ മറ്റൊരാകർഷണമാണ്. പൊന്മുടിയിലെത്തുന്ന സഞ്ചാരികൾക്ക് ട്രെക്കിംഗ് പാക്കേജസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 3 മനോഹരമായ ട്രെക്കിംഗ് പാക്കേജുകളായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മരുത്വാമല, സീതാതീർത്ഥം, വരയാടുമുട്ട എന്ന സ്ഥലത്തേക്കാണ് പാക്കേജ് ഉള്ളത്. നേരിട്ടോ ഓൺലൈൻ വഴിയോ ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യമൊരുക്കി PWD റെസ്റ്റ് ഹൗസും നമ്മൾ പോകുന്ന റൂട്ടിലുണ്ട്. ഇവിടെ ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണിവർ. കൂടാതെ 2 ഹോട്ടലും ഇതിനുള്ളിലുണ്ട്. ഇതാണ് KTDCയുടെ ഗോൾഡൻ പീക്ക് എന്ന ഹോട്ടൽ. ബസ്സിൽ നിന്നും ഇവിടെയും കുറേ പേർ ജോലിക്കിറങ്ങി പോകുന്നത് കാണാം. സമയം 8:30 ആയപ്പോൾ തന്നെ നമ്മൾ പൊന്മുടിയിലേക്ക് എത്തിച്ചേർന്നു. ഇതൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ബിൽഡിംഗ് ആണ്. ഇതിന്റെ ഉള്ളിൽ ഒരു കോഫി ഷോപ്പും എക്കോ ഷോപ്പും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളെ ഇറക്കി നമ്മുടെ ബസ് നേരെ ട്രിവാൻഡ്രത്തേക്ക് മടങ്ങി. 40 രൂപയാണ് പൊന്മുടി ടോപ്പിലേക്ക് കയറാനുള്ള എൻട്രി പാസ്.
ബൈക്കും കാറും വലിയ വാഹനങ്ങളും ഒക്കെ തന്നെ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യങ്ങളും നിങ്ങൾക്ക് കാണാം. നമുക്കിവിടെ 3 സ്പോട്ടിലേക്കാണ് പോകാനുള്ളത്. ഒന്നാമത്തേത് വാച്ച് ടവറും, പിന്നെ ഒരു ഹെലിപാഡും, പിന്നെ ഒരു പാറക്കുന്നും. ഞാൻ ആദ്യം പോയത് വാച്ച് ടവറിലേക്കാണ്. വാച്ച് ടവറിലേക്ക് കയറാൻ സാധിക്കില്ല. കയറാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല ഇപ്പോൾ ഉള്ളത്. കാറ്റത്ത് ഈ പുല്ലൊക്കെ അലയടിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. എടുത്തു പറയേണ്ട കാര്യമാണ് തണുപ്പ്. നട്ടുച്ചയ്ക്ക് വന്നാലും ഈ തണുപ്പ് മൂടിയ അന്തരീക്ഷം നമുക്കൊരു കവചമായിരിക്കും എന്നത് ഉറപ്പാണ്. പശ്ചിമഘട്ടത്തിലെ അപൂർവമായൊരു എക്കോസിസ്റ്റമാണ് ഈ ഷോല പുൽമേടുകൾ. ഉയർന്ന മലനിരകളിലും തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിലുമാണ് ഇവ ധാരാളമായി കാണപ്പെടുന്നത്. ഇതുവഴി കയറിപ്പോകുമ്പോൾ ഒരു വയർലെസ് സ്റ്റേഷനൊക്കെ കാണാൻ സാധിക്കും. ഇലവിഴ പൂഞ്ചിറയിലൊക്കെ കാണാൻ സാധിക്കുന്ന ടൈപ്പ് വയർലെസ് സ്റ്റേഷനാണ് ഇവിടെയുള്ളത്. ആൾക്കാർക്ക് വിശ്രമിക്കാനായി പ്രകൃതി തന്നെ ഒരുക്കിയ ധാരാളം പാറക്കെട്ടുകൾ ഉണ്ടെന്നത് ഇതുപോലത്തെ മലകളുടെ മറ്റൊരു പ്രത്യേകതയാണ്. നമുക്കിനി അടുത്തതായി പോകേണ്ടത് ഹെലിപാഡ് ഏരിയയിലേക്കാണ്. അവധി ദിവസമായതുകൊണ്ട് തന്നെ സന്ദർശകരുടെ എണ്ണവും കൂടി വരുന്നത് കാണാം. നമ്മുടെ സ്ട്രെയിറ്റ് ഉള്ളതാണ് പാറക്കുന്ന്. ഇതിന്റെ എൻട്രി പോയിന്റിലായിട്ട് 2 വരയാടുകളുടെ പ്രതിമയൊക്കെ കാണാം. ഇതുവഴിയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. വഴിയൊക്കെ നല്ല രീതിയിൽ തന്നെ ടാർ ചെയ്തിട്ടിരിക്കുന്നതും കാണാം. ഈ ഭാഗത്താണ് ഹെലിപാഡ് ഉള്ളത്. ഇതിന്റെ വലതുവശത്തൂടെയുള്ള കാഴ്ച തേടിയാണ് ഞാൻ ആദ്യം പോയത്. പൊതുവെ ഈ ഒരു സ്പോട്ടിൽ ആൾക്കാരുടെ തിരക്കിന് ക്ഷാമമുണ്ടായിരുന്നു എന്ന കാരണവും അതിലുമുപരി ഇവിടെ നിന്നുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ തിരക്കില്ലാതെ ഒപ്പിയെടുക്കുക എന്നതുമായിരുന്നു ലക്ഷ്യം. വംശനാശ ഭീഷണിയിലായ നിരവധി സസ്യജന്തുജാലങ്ങൾക്ക് ഇവ ആവാസ സ്ഥലമാണ്. അതോടൊപ്പം പുൽമേടുകളിൽ ഇടവിട്ട് ചെറുകാടുകളും ചെറുവൃക്ഷങ്ങളുമൊക്കെ കാണാൻ സാധിക്കും. ഇത്തരം ആവാസ സ്ഥലമായതുകൊണ്ട് തന്നെ പൊന്മുടിയിലെ പല ഭാഗങ്ങളിലും പ്ലാസ്റ്റിക് ഉപയോഗം നിയന്ത്രിച്ചിട്ടുണ്ട്. വേസ്റ്റ് ബിൻ കാര്യങ്ങളൊക്കെ വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കുക. നമ്മളെപ്പോലെ തന്നെ ഇത്തരം പ്രകൃതിദത്തമായ സ്ഥലങ്ങളൊക്കെ വരും തലമുറകൾക്കും ഉപയോഗിക്കാനുള്ളതാണ് എന്ന ബോധം നമുക്കുണ്ടാകേണ്ടതാണ്. തിരിച്ച് ഹെലിപാഡിന്റെ അവിടെയുള്ള കാഴ്ചകൾ കാണാൻ ഇറങ്ങി. ചെറിയ ഇരിപ്പിടം പോലൊരു സെറ്റപ്പും ഇവിടെയുണ്ട്. അപ്പുറം കാണുന്ന മലകളിലേക്കൊക്കെ ആൾക്കാർക്ക് പോകാൻ പറ്റും. ഇനി അടുത്തത് പാറക്കുന്നാണ് ലക്ഷ്യം. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്പോട്ട് ആയതുകൊണ്ട് തന്നെ 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് അത്യാവശ്യം തിരക്കൊഴിവായി എന്ന ഉറപ്പോടെയാണ് പാറക്കുന്നിലേക്ക് കയറിയത്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലായതുകൊണ്ട് തന്നെ കാറ്റിന് യാതൊരു പഞ്ഞവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരം മലകളിലേക്കൊക്കെ പോവുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. വൈകിട്ട് 4 മണിക്കാണ് ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്കുള്ള ലാസ്റ്റ് ബസ് ഉള്ളത്. കാഴ്ചകളൊക്കെ കണ്ടു തീർത്ത് താഴെയുള്ള കോഫി ഷോപ്പിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പും ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനൊരു ബ്രെഡ് ഓംലെറ്റും കട്ടൻ ചായയുമാണ് പറഞ്ഞത്. ഇതുകൂടാതെ കപ്പയും കോഴിക്കറിയും ലഘുപലഹാരങ്ങളും ഐസ്ക്രീമും എല്ലാം ഇവിടെ ലഭിക്കും. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് വാഷ്റൂമും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. തണുപ്പും മൂടൽ മഞ്ഞും നിറഞ്ഞ മനോഹരമായൊരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. ശാന്തതയും ശുദ്ധവായുവും അനുഭവിച്ച് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കേണ്ടവർക്ക് പൊന്മുടി നല്ലൊരു ചോയ്സ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഹരിതപർവ്വതം നമ്മുടെ സംരക്ഷണവും പരിചരണവും ആവശ്യപ്പെടുന്നു എന്ന ബോധം കൂടി ഉണ്ടാവണം. പ്രകൃതിയോട് കരുണയോടെ പെരുമാറിയാൽ അത് തിരിച്ചും ഉണ്ടാവും എന്ന കാര്യവും എക്കാലവും ഓർക്കുക.
പൊന്മുടിയുടെ സൗന്ദര്യം സംരക്ഷിക്കാം, കൂടെ പ്രകൃതിയുമായി ചേർന്ന് ആസ്വദിക്കാം.